ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഷെമീറയുടെ മോനെ ഇത് കുറേ കമൻ്റ് ഇട്ട് ഞാൻ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. മലയാളം എഴുതുമ്പോൾ ഒന്ന് ശരിക്കും എഴുതണേ. എനിക്ക് ഊഹിച്ച് വായിക്കാൻ അറിയാലോ. ഈ ആയുർവേദ ഡോക്ടർമാർ എഴുതണ പോലെ എഴുതി എനിക്കുണ്ടാവല്ലത് വായിക്കാറിയാണ്. എനിക്ക് ഊഹിച്ച് വായിക്കാറില്ല കേട്ടോ. എന്നാലും ഞാൻ ഊഹിച്ചിട്ട് കുറേ മറുപടിയൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ കണ്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എന്തായാലും എനിക്ക് സ്പെഷ്യലായിട്ടൊരു ഗുഡ് മോർണിംഗ്. പിന്നെ സൂറത്ത നിങ്ങളെ എനിക്ക് മനസ്സിലായിട്ടാ. ഞാൻ നിങ്ങൾ ഇടുന്ന കമൻറ്റിനൊക്കെ മറുപടി ഇടുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണം കേട്ടോ. കാണുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളെനിക്ക് മനസ്സിലായിക്കണം. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? എല്ലാ കാര്യങ്ങളും നമ്മൾ കാശ് കൊടുത്തിട്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല. നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്നത് നമ്മൾ തന്നെ ചെയ്യാം. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ കാശുണ്ടായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണ കുറേ കാര്യങ്ങളുണ്ടല്ലേ. കാശുണ്ടായിട്ട് ചെയ്യുക, കാശുണ്ടാവില്ല ചെയ്യൂല്ലാത്ത അങ്ങനത്തെ കാര്യങ്ങളും കുറേ ഉണ്ട്. ജലദോഷം തുമ്മലും ഒക്കെ പിടിച്ചിട്ടാണ് കാരണം ഒരു സുഖമില്ല. കാശുണ്ടായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തച്ചാൽ ആ കാശ് ഉണ്ടാവില്ല, അത് ചെയ്യലും ഉണ്ടാവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നമ്മൾ ശരീരം കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് ശരീരം കൊണ്ട് തന്നെ അങ്ങോട്ട് ചെയ്യുക. അതിൻ്റെ ഉദാഹരണമായിട്ട് ഇന്നലെ 100 കട്ടിറക്കിയതും ഞാനും എൻ്റെ ഹെൽപ്പറും കൂടി കൊടുന്നതും. അതും ഈ പറഞ്ഞ പോലെ കുറേ കാലമായിട്ട് പിന്നെ ചെയ്യുക, കാശുണ്ടായിട്ട് ചെയ്യുക, ബാധ്യതകളൊക്കെ ഒതുങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിട്ട് ബാധ്യതകൾ ഒതുങ്ങണമില്ല, ആ കാര്യമായിട്ട് ചെയ്യണമില്ല. അപ്പോൾ 2 കൽപ്പിച്ചാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്താ ഉണ്ടാക്കണമെന്നറിയാം? ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല. അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് റൂമും ഇല്ല. അത് വേറെ കാര്യം. ബാത്റൂം മാത്രം എടുത്താൽ പോരാ, അതിന് റൂമും എടുക്കണം. അപ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, കാശ് കൊടുക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു ഉദാഹരണം പറയണം. അങ്ങനെ എല്ലാം നമ്മൾ കാശുണ്ടായിട്ട് ചെയ്യുക അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്ന് വിചാരിക്കരുത്. കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യണം, എന്നിട്ട് പറ്റാത്തത് നമ്മൾ കാശ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുക. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ തന്നെ കുറ്റടിച്ച്, ഞാൻ തന്നെ തറ വാങ്ങി, ഞാൻ തന്നെ കല്ലിട്ട്. പിന്നെ കട്ടം എന്തായാലും കാശ് കൊടുത്ത് വാങ്ങിക്കാതെ പറ്റില്ല, അത് വണ്ടിക്ക് കൊണ്ടുവരാതെയും പറ്റില്ല. വണ്ടിയിൽ നിന്ന് ഇറക്കാൻ യൂണിയന്മാർ വേണം, അതും വേണം. അപ്പോൾ കട്ട കാശ് കൊടുത്ത് ഇറക്കി, വണ്ടി വാടക കൊടുത്ത്, യൂണിയന്മാരെ പൈസ കൊടുത്ത്, പിന്നെ അവിടെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു ഉച്ച വരെ ഒരു തമിഴനെ ഹിന്ദിക്കാരനെ നിർത്തി കഴിഞ്ഞ് ഒരു ഉച്ച വരെ പണിയെടുക്കണം. ഉച്ച വരെ പണിയെടുത്താലും വേണം അവർക്ക് 1000 രൂപ കൂലി കൊടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്ത് 1000 രൂപ കൊടുക്കാണ്ട് ഒപ്പിക്കണമല്ലോ. അപ്പോൾ എന്ത് ചെയ്ത് പൊന്താത്ത കല്ല് 6-ൻ്റെ കട്ടയാണ്. പക്ഷേ 6-ൻ്റെ കട്ടയൊക്കെ എന്താ പറയുക, ഈ പണിക്ക് പോണ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ 8-ൻ്റെ ഒക്കെ കട്ട എടുത്തിട്ട്